Within seconds, everything may turn into upside down. Here we are discussing such a topic, The Birthday Party. It's a play written by Harold Pinter. ഹാരോൾഡ് പിന്റർ എഴുതിയ നാടകമാണ് ദ ബർത്ത്ഡേ പാർട്ടി. നമുക്കറിയാം, ജീവിതത്തിൽ പലപ്പോഴും ഒരു ചെറിയ നിമിഷം കൊണ്ട് തന്നെ പല കാര്യങ്ങളും തല കീഴായിട്ട് മറിയാം. പല സംഭവങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് മാറാം. അത്തരത്തിലൊരു സംഭവമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഇറ്റ് ഇസ് എ പ്ലേ റിട്ടൺ ബൈ ഹാരോൾഡ് പിന്റർ and the name of the play is The Birthday Party. The Birthday Party is an absurdist play by the famous British playwright, director, screenwriter and actor Harold Pinter. Harold Pinter വളരെ പ്രശസ്തനായ പ്ലേറൈറ്റ് ആണ്, നാടകകൃത്താണ്, ഡയറക്ടറാണ്, സംവിധായകനാണ്, ദെൻ സ്ക്രീൻ റൈറ്റർ ആണ്, അതോടൊപ്പം തന്നെ ആക്ടറാണ്. അദ്ദേഹത്തിന്റെ ഈ നാടകം, ദ ബർത്ത്ഡേ പാർട്ടി എന്ന ഈ നാടകം, ഇറ്റ് ഈസ് ആൻ അബ്സേർഡിസ്റ്റ് പ്ലേ. അബ്സേർഡ് തിയേറ്റർ അല്ലെങ്കിൽ അബ്സേർഡ് ഡ്രാമ എന്ന കാറ്റഗറിയിൽപ്പെട്ട നാടകമാണ് ഈ ബർത്ത്ഡേ പാർട്ടി എന്ന നാടകം. ഇവിടെ എന്താണ് അബ്സേർഡ് ഡ്രാമ എന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഡ്രാമ. ആ ഒരു ജോണർ ഓഫ് ഡ്രാമ, നാടകത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ അബ്സേർഡ് ഡ്രാമ. മോഡേൺ ഡ്രാമയാണ്. ആൻഡ് ദ ഫേമസ് അബ്സേർഡ് ഡ്രാമ ഈസ് ദ വെയിറ്റിംഗ് ഫോർ ഗോഡ്രൂത്ത്. വെയിറ്റിംഗ് ഫോർ ഗോഡ്രൂത്ത് എന്ന സാമുവൽ ബക്കറ്റിന്റെ നാടകമാണ് ഏറ്റവും പ്രശസ്തമായ നാടകം. ഈ അബ്സേർഡ് മീൻസ് എന്താണ്, നമുക്ക് ഒരു അബ്സേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്ലി എന്നുള്ള അർത്ഥമാണ്. വൈരുദ്ധ്യമായിട്ട് തോന്നുക, എന്ത് ഒരു കഥയില്ലാത്ത നമ്മുടെ ജീവിതം പോലെ തന്നെയാണ് ഓരോ മനുഷ്യന്റെയും. നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല നമുക്ക് കിട്ടുന്നത്. അങ്ങനെയുള്ള ആ ഒരു അബ്സേർഡിസം, നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ അത് ആ ഒരു നമ്മൾ ഇതിലേ പോകണം എന്ന് വിചാരിക്കുമ്പോൾ ദൈവം നമ്മളെ വിടുന്നത് മറ്റൊരു വഴിയിലൂടെ ആയിരിക്കും. അപ്പൊ ആ ഒരു പൊരുത്തക്കേടും കാര്യങ്ങളും ഒക്കെ വിവരിക്കുന്ന നാടകത്തെയാണ് അബ്സേർഡ് ഡ്രാമ എന്നറിയപ്പെടുന്നത്. അതില് നമ്മൾ പറഞ്ഞു, സാമുവൽ ബക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോഡ്രൂത്ത് എന്ന നാടകം നമ്മൾ ഓൾറെഡി ഇത് ചെയ്തതാണ്. അതില് കുറെ ജീവിതത്തിലെ കുറെ സംഭവങ്ങൾ നമുക്ക് കാണാം. നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ പലപ്പോഴും ദൈവം എന്ന ആശയം, അത് ദൈവത്തെ കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ ദൈവം അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. ചിലപ്പോൾ അങ്ങനെ നടക്കാം, ചിലപ്പോൾ നടക്കാതെ പോകാം. അപ്പൊ അങ്ങനെയുള്ള ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയ കാര്യങ്ങളാണ് ഈ അബ്സേർഡ് ഡ്രാമയിലുള്ളത്. നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അബ്സേർഡ് ലൈഫ് എന്ന് നമ്മൾ തന്നെ പറയാം. ഹിയർ he is a prominent one among the theatre of absurd. ഹാരോൾഡ് പിന്റർ, സാമുവൽ ബക്കറ്റ് തുടങ്ങിയവരാണ് ഈ അബ്സർഡ് തിയേറ്ററിലെ പ്രശസ്തരായ വ്യക്തികൾ. ആൻഡ് ദ ബർത്ത്ഡേ പാർട്ടി വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ 1959. 1959 ഈ ബർത്ത്ഡേ പാർട്ടി എന്ന ഈ നാടകം പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ദ സെറ്റിംഗ് ഓഫ് ദി പ്ലേ ഈസ് എ റൺ ഡൗൺ സീസൈഡ് boarding house where a birthday party is turned into a nightmare when two sinister strangers arrive unexpectedly. നമ്മൾ പറഞ്ഞു, നമ്മുടെ ജീവിതം പോലെ തന്നെയാണ് ഇവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി, ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇത് സെറ്റിംഗ് ഉള്ളത് ഒരു സീസൈഡ്, നദീ തീരത്തുള്ള ഒരു വീട്. ആ വീടിന്റെ ഒരു ബോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലത്തെ നിലയിൽ താമസക്കാരനാണ്. അവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി ഒരുക്കിയിരിക്കുന്നു. ആ വീട്ടിലൊരു ബർത്ത്ഡേ പാർട്ടി ഒരുക്കിയിരിക്കുന്നു. പക്ഷെ ആ പാർട്ടിയിലേക്ക് 2 പേര്, ക്ഷണിക്കപ്പെടാത്ത 2 അതിഥികൾ അവിടെ എത്തുന്നു. ആ ആളുകൾ അവിടെ എത്തുന്നതോടുകൂടി ആ ബർത്ത്ഡേ പാർട്ടി ഒരു പേടി സ്വപ്നമായി മാറുന്നു. നമുക്ക് പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. നമ്മൾ നല്ല ആഘോഷങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അതൊരു പേടി സ്വപ്നമായിട്ട് മാറുന്ന ആ ഒരു സാഹചര്യം, അതേപോലെ ഒരു സാഹചര്യമാണ് ഇവിടെയും കാണുന്നത്. ആൻഡ് ദ പ്ലേ ഈസ് എ കോമഡി ഓഫ് മെനീസ് ഫീച്ചർഡ് ബൈ ambiguous identity, confusions of time and place and dark political symbolism. ഇതിൽ നമുക്ക് രാഷ്ട്രീയം കാണാം, അതോടൊപ്പം തന്നെ ആംബിഗ്യൂസ് ഐഡന്റിറ്റി. ഇതില് മോണ്ടി എന്ന് പറയുന്ന കഥാപാത്രത്തെ ആംബിഗ്യൂസ് ഐഡന്റിറ്റിയാണ്. അതേപോലെ 2 സ്ട്രേഞ്ചേഴ്സ്, അവരൊക്കെ ആംബിഗ്യൂസ് ഐഡന്റിറ്റിയാണ്. അവരുടെ വ്യക്തിത്വം ക്ലിയർ അല്ല, അത് വെളിപ്പെടുത്തുന്നില്ല. അതേപോലെ തന്നെ കൺഫ്യൂഷൻസ് ഓഫ് ടൈം ആൻഡ് പ്ലേസ്, അസമയം അല്ലെങ്കിൽ ആ ഒരു ടൈം ആൻഡ് പ്ലേസിനെ കുറിച്ചുള്ള കൺഫ്യൂഷൻ, ഇതൊക്കെ ഈ നാടകത്തിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ അബ്സർഡ് ഡ്രാമ എന്ന് പറയാം. അതേപോലെ കോമഡി ഓഫ് മെനീസ് എന്ന കാറ്റഗറിയിലും ഉൾപ്പെടുത്താം. Then the major characters of this play. ഈ നാടകത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ PT. PT is a man in his 60s. ആ വീടിന്റെ ഉടമസ്ഥനാണ്. ഏകദേശം 60 വയസ്സ് പ്രായമുള്ള വ്യക്തിയാണ് PT. And his wife is Meg. അദ്ദേഹത്തിന്റെ ഭാര്യ മെഗ്.
She is also around 60. 60 വയസ്സിനടുത്ത് പ്രായമുണ്ട്. And the next one is Stanley Webber. He is a man in his 30s and he is a piano player. ഒരു പിയാനോ പ്ലെയർ ആണ് സ്റ്റാൻലി വെബർ. ആൻഡ് ഹി ഈസ് ലിവിങ് ഇൻ ദ അപ്സ്റ്റേഴ്സ് ഓഫ് ദർ ഫാമിലി. അതായത് മെഗിന്റെയും പീറ്റെ അവരുടെ വീട്ടിന്റെ മുകളിലത്തെ നിലയിൽ താമസിക്കുന്ന ഒരു പിയാനോ പ്ലെയർ ആണ് സ്റ്റാൻലി വെബർ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ലുലു. ഷീ ഈസ് എ ഗേൾ ഓഫ് 20s. Then we have already said that two strangers arrived there. The name of these strangers is Goldberg and McCann. McCann അതേപോലെ ഗോൾബർഗ്. മാക്കാൻ അദ്ദേഹത്തിന്റെ വയസ്സ് ഏകദേശം അറൌണ്ട് 30 വയസ്സാണ്. അതേപോലെ ഗോൾബർഗ് അദ്ദേഹത്തിന് ഏകദേശം 50 വയസ്സ് പ്രായമുള്ള വ്യക്തിയാണ്. ഇവർ രണ്ടുപേരുമാണ്. ദേ കെയിം ദെയർ ഇൻ സെർച്ച് ഓഫ് സ്റ്റാൻലി. സ്റ്റാൻലി അന്വേഷിച്ച് അവിടെ എത്തുന്നു. ആൻഡ് ദ ഡേ ദേ അറൈവ് ദെയർ ഇസ് സപ്പോസ് ടു ബി ദ ബർത്ത്ഡേ ഓഫ് സ്റ്റാൻലി. അവരവിടെ എത്തുന്ന ആ ഒരു ദിവസം സ്റ്റാൻലിയുടെ ബർത്ത്ഡേ ആയിട്ട് കണക്കാക്കപ്പെടുന്ന ദിവസമാണ്. ആ ഒരു ദിവസത്തിലാണ് അവരവിടെ എത്തുന്നത്. ആൻഡ് ഡ്യൂറിങ് ദ ഡേ മെഗ് ഇസ് പ്ലാനിങ് ഫോർ എ ബർത്ത്ഡേ പാർട്ടി. മെഗ് സ്റ്റാൻലിക്ക് വേണ്ടി ഒരു ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് ഇവരവിടെ എത്തിച്ചേരുന്നത്. ഇൻ ദ ഓപ്പണിംഗ് ഓഫ് ദ പ്ലേ മെഗ് ഈസ് പ്രിപ്പയറിംഗ് ഫുഡ് ഫോർ ഹർ ഹസ്ബൻഡ്. മെഗ് അതേപോലെ പീറ്റി അവര് ഭക്ഷണം തയ്യാറാക്കി. ബ്രേക്ക്ഫാസ്റ്റിന്റെ ആ ഒരു സമയമാണ്. അങ്ങനെ ആ ഒരു സെറ്റിങ്ങിലാണ് ഈ നാടകം തുടങ്ങുന്നത്. ആൻഡ് അറ്റ് ദിസ് ടൈം സ്റ്റാൻലി അറൈവ്സ് ദെയർ ഫ്രം അപ്സ്റ്റേഴ്സ്. ആ വീടിന്റെ മുകളിലത്തെ നിലയിൽ താമസിക്കുന്ന ആളാണ് സ്റ്റാൻലി. അവിടെ നിന്നും സ്റ്റാൻലി ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരുടെ അടുത്തേക്ക് എത്തുന്നു. ആൻഡ് ഹി ഈസ് എ ഡിസ്ഹേബിൾഡ് ആൻഡ് അൺഷേവൻ. ഒരു ഷേവൊന്നും ചെയ്യാതെ ഉറക്കച്ചടവിൽ എണീറ്റ് വരുന്ന ഒരു മനുഷ്യൻ. ആൻഡ് മെഗ് എൻഗേജസ് ഇൻ മെറ്റീരിയൽ ആൻഡ് ഫ്ലർട്ടേഷൻസ് അഫക്റ്റേഷൻ ടുവേർഡ്സ് സ്റ്റാൻലി. അങ്ങനെ അവര് ഒരുപാട് വർത്തമാനം പറയുന്നത് മെഗും നമ്മുടെ സ്റ്റാൻലിയും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു. ആൻഡ് ദെൻ ഷീ ടെൽസ് ഹിം ദാറ്റ് 2 new visitors will be arriving and Stanley seems concerned and suspicious at this information. ഇങ്ങനെ വർത്തമാനം പറയുന്ന സമയത്ത് മെഗ് പറയുന്നു ഒരു 2 പേര് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, പുതിയ വിസിറ്റേഴ്സ് ആണ്, അവരിങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ സമയത്ത് സ്റ്റാൻലിക്ക് ഒരു ഡൗട്ട് തോന്നുന്നു. അതായത് ഇതാരായിരിക്കും ഈ 2 പേര് വരുന്നത് എന്നുള്ള ഒരു സംശയം. അതോടൊപ്പം തന്നെ ഹി സീംസ് ടു ബി സസ്പീഷ്യസ്, ഡൗട്ട്ഫുൾ ആയിട്ട് ഒരു സംശയം. കാരണം ഇത്രയും നാളും അയാളെ മാത്രമാണ് അവിടെ താമസിക്കാരനായിട്ടുള്ളത്. അപ്പൊ ഇനി പുതിയ ആൾക്കാർ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു സംശയത്തോടു കൂടി, അതോടൊപ്പം തന്നെ ഇവിടെ ആര് വരാനാന്നുള്ള ഒരു പരിഹാസവും ഇതൊക്കെയായിട്ട് സ്റ്റാൻലി അവിടെ നിൽക്കുന്നു. ആൻഡ് ലുലു arrives there with a package to Meg. ഈ സമയത്ത് ലുലു അവിടെ എത്തുന്നു. നമ്മൾ പറഞ്ഞു 20 വയസ്സുള്ള പെൺകുട്ടിയാണ്. അവൾ ഒരു പാക്കറ്റുമായിട്ടാണ് വരുന്നത്. ഒരു പാക്കറ്റ് അവളുടെ കയ്യിലുണ്ട്. അത് മെഗിന് കൈമാറുന്നു. ആൻഡ് ദിസ് ഈസ് എ ടോയ് ഡ്രം. ദിസ് ഈസ് എ ബർത്ത്ഡേ ഗിഫ്റ്റ് ടു സ്റ്റാൻലി. മെഗ് ഓർഡർ ചെയ്തിട്ട് സ്റ്റാൻലിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊണ്ടുവന്നതാണ്. ആ ബർത്ത്ഡേ ഗിഫ്റ്റ് ഇറ്റ്സ് എ ടോയ് ഡ്രം, ഒരു ചെറിയ ഡ്രം ആണ്. And at this time, McCann and Goldberg arrive there and speak something. ഈ സമയത്ത് ആ 2 വിസിറ്റേഴ്സ് അവിടെ എത്തുന്നു. ഗോൾബർഗും മാക്കാനും അവിടെ എത്തുന്നു. ആൻഡ് ദേ സ്പീക്ക് സംതിങ്. അവരെന്തൊക്കെ സംസാരിക്കുന്നു, മെഗുമായിട്ട് എന്തൊക്കെ സംസാരിക്കുന്നു. ആൻഡ് ആഫ്റ്റർ ദേ ഗോ ടു ദെയർ റൂം, സ്റ്റാൻലി ഹൂ വാസ് ഹൈഡിംഗ് ദെയർ enters and Meg gives him the package brought by Lulu containing a toy drum as his birthday gift. ഈ സമയത്ത് ഈ വന്ന 2 ചെറുപ്പക്കാരും മെഗിനോട് സംസാരിച്ചിട്ട് അവരുടെ റൂമിലേക്ക് പോകുന്നു. ഈ 2 പേരുടെ വരവ് ഒളിച്ചു നിന്ന് കാണുന്നതാണ് നമ്മുടെ സ്റ്റാൻലി. അങ്ങനെ ഇവർ പോയി കഴിഞ്ഞിട്ട് സ്റ്റാൻലി പുറത്തേക്ക് വരുന്നു. അങ്ങനെ പുറത്തേക്ക് വരുന്ന സ്റ്റാൻലിക്ക് മെഗ് ആ ഗിഫ്റ്റ് കൈമാറുന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് എ ടോയ് ഡ്രം. സ്റ്റാൻലി എൻകൗണ്ടേഴ്സ് മാക്ക്യാൻ ആൻഡ് ദ 2 ടോക്ക് ഈച്ച് അതർ. ഈ സമയത്ത് മാക്ക്യാനെ സ്റ്റാൻലി കാണുന്നു. അവർ തമ്മിൽ സംസാരിച്ച് ഒരു സംസാരം ഒരു അതിൽ കടക്കുന്ന രീതിയിലേക്കാണ്, ഒരു എൻകൗണ്ടർ രീതിയിലേക്കാണ്. മാക്ക്യാൻ സ്റ്റോപ്പ് സ്റ്റാൻലി ഫ്രം ലീവിംഗ് ദ ഹൗസ്. ആ വീട് വിട്ടു പോകാൻ, അതായത് അവൻ നിൽക്കുന്ന ആ സ്ഥലത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സംസാരിച്ച സ്ഥലത്ത് നിന്ന് അവൻ മാറിപ്പോകുന്നതിന്
തടസ്സമായിട്ട് മാക്കാൻ അവിടെ നിൽക്കുന്നു. അതായത് കുറേ എന്തെല്ലോ ഇങ്ങനെ ചോദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിക്കുന്നു. അതിന് മറുപടി പറയുന്നതിനനുസരിച്ച് തന്നെ വീണ്ടും വീണ്ടും ചോദ്യം വരുന്ന സമയത്ത് സ്റ്റാൻലി ഗെറ്റ്സ് ഇറിറ്റേറ്റഡ്. സ്റ്റാൻലിക്ക് അസ്വസ്ഥമാകുന്നു. കാരണം കുറേ ചോദ്യങ്ങൾ നമുക്കങ്ങനെയാണല്ലോ, നിർത്താതെ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് സ്റ്റാൻലിക്ക് അത് ഈ ജീവിതം നമ്മൾ പറഞ്ഞു അപ്സൈഡ് ഡ്രാമ എന്ന് പറഞ്ഞു, അതിന്റെ എലമെന്റ്സ് ആണ് ഇതൊക്കെ. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന അതേ സംഭവങ്ങൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. കുറേ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണോ വെറുപ്പ് പിടിക്കുന്നത് അതേ രീതിയിൽ തന്നെ സ്റ്റാൻലി എന്ന കഥാപാത്രത്തിന് വെറുപ്പ് പിടിക്കുന്നു. അങ്ങനെ അയാൾ പോകാൻ നോക്കുന്ന സമയത്ത് മാക്കാൻ അയാളെ വിടാതെ തന്നെ വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആൻഡ് നൗ സ്റ്റാൻലീസ് ബിഹേവിയർ ആൻഡ് വേർഡ്സ് ടേൺ ടു ബി അറഗന്റ്. അങ്ങനെ തന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഈ മാക്കാനോട് പെട്ടെന്ന് സ്റ്റാൻലിക്ക് ദേഷ്യം വരുന്നു. ആൻഡ് ഹി ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു സേ ദാറ്റ് ടുഡേ ഈസ് ഹിസ് ബർത്ത്ഡേ. ഈ സമയത്ത് അവൻ മെഗ് പറയുന്നുണ്ട് സ്റ്റാൻലിയുടെ ബർത്ത്ഡേ ആണെന്ന്. അങ്ങനെ ഒരു ചെറിയ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റാൻലി ഈസ് നോട്ട് റെഡി ടു ഡിക്ലെയർ ദാറ്റ് ടുഡേ ഈസ് ഹിസ് ബർത്ത്ഡേ. സ്റ്റാൻലിക്ക് ആവശ്യമില്ല, അല്ലെങ്കിൽ സ്റ്റാൻലി താല്പര്യപ്പെടുന്നില്ല ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് എന്ന് പറയാൻ സ്റ്റാൻലി താല്പര്യപ്പെടുന്നില്ല. ആൻഡ് മെഗ് ഇസ് മാഡ് ഇൻ സേയിങ് സോ. അതേസമയം മെഗ് ആണെങ്കിൽ ഭയങ്കര പബ്ലിസിറ്റി കൊടുത്തിട്ട് ഇന്ന് നമ്മുടെ സ്റ്റാൻലിയുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞാൽ ഭയങ്കര പബ്ലിസിറ്റിയാണ്. സ്റ്റാൻലി തീരെ താല്പര്യപ്പെടുന്നതും ഇല്ല അത് പറയാൻ. ആൻഡ് ആസ് ഗോൾഡ്ബർഗ് ടോൾഡ് ഹിം അബൌട്ട് ദെയർ അറൈവൽ അറ്റ് ദി ഹൗസ്. അവിടെ എത്തിച്ചേർന്ന ഈ ഗോൾഡ്ബർഗിനോടും മാക്കാനോടും ഒക്കെ ഇവർ പറഞ്ഞു നടക്കുന്നുണ്ട് ഇന്ന് സ്റ്റാൻലിയുടെ ബർത്ത്ഡേ ആണ്. ആൻഡ് ഗോൾഡ്ബർഗ് എൻറ്റേഴ്സ് ആൻഡ് സെൻസ് മാക്കാൻ ടു ബ്രിങ് ദ വിസ്കി ഹി ഹാഡ് ഓർഡേർഡ് ഫോർ ദ പാർട്ടി. ഈ സമയത്ത് അവിടെ എത്തിച്ചേർന്ന ഗോൾഡ്ബർഗും അതേപോലെ തന്നെ മാക്കാനുമാണ് അവിടെ എത്തിച്ചേർന്നത്. അതിൽ ഗോൾഡ്ബർഗ് ഏകദേശം 50 വയസ്സ് പ്രായമുള്ള വ്യക്തിയാണ്. ആൻഡ് ഹി ഓർഡേർഡ് ഫോർ സം വിസ്കി. ഈ ബർത്ത്ഡേ ഫംഗ്ഷൻ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് കുറച്ച് വിസ്കിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്കാനോട് പറയുന്നത് പോയിട്ട് വാങ്ങിയിട്ട് വാന്ന് പറയും. ആൻഡ് വെൻ ഹി റിട്ടേൺ both of them question Stanley with a series of irritating questions and make him a mental depression. ഈ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു മാക്കാൻ ഓൾറെഡി കുറെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ദേഷ്യം പിടിപ്പിച്ചതാണ്. ഇപ്പോ തിരിച്ചു വന്ന മാക്കാനോടൊപ്പം തന്നെ ഗോൾഡ്ബർഗും കൂടിയിട്ട് ദേ ഓൾസോ ബിഗാൻ ഓർ റീസ്റ്റാർട്ട് ക്വസ്റ്റ്യനിങ് സ്റ്റാൻലി. നേരത്തെ ചോദ്യം ചെയ്ത അതേ ചോദ്യം തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് നമ്മുടെ സ്റ്റാൻലിക്ക് ടെമ്പർ കൂട്ടാൻ നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റാൻലിയോട് ഓരോ ചോദ്യം ചോദിച്ചാൽ മെന്റൽ ഡിപ്രഷനിലേക്ക്, അതായത് അയാളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആൻഡ് മെഗ് എൻറ്റേഴ്സ് ഇൻ പാർട്ടി ഡ്രസ് ആൻഡ് ദ പാർട്ടി ഗോസ് ഓൺ വിത്ത് എ സീരീസ് ഓഫ് ടോസ് ഇൻ ഓണർ ഓഫ് സ്റ്റാൻലി. ഈ സമയത്ത് മെഗ് അവിടെ എത്തിച്ചേരുന്നു. മെഗ് പാർട്ടി ഡ്രസ്സിലാണ്. പാർട്ടി ഡ്രസ്സിൽ അവിടെ എത്തിച്ചേരുന്ന മെഗ് കുറെ ടോസ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് സ്റ്റാൻലിക്ക് വേണ്ടിയിട്ട്. സ്റ്റാൻലി അവരുടെ നമ്മൾ പറഞ്ഞു വാടകക്കാരനാണ്, ഭയങ്കര ഇഷ്ടമാണ് സ്റ്റാൻലിയെ, മോനെ പോലെയാണ്. അങ്ങനെയുള്ള സ്റ്റാൻലിക്ക് വേണ്ടിയിട്ട് കുറെ ടോസ്റ്റ് ഒക്കെ ആയിട്ട് പാർട്ടി ഡ്രസ്സിൽ മെഗ് വരുന്നു. ആൻഡ് ലുലു അറൈവ്സ് there ആൻഡ് എൻഗേജസ് ഇൻ റൊമാൻസ് വിത്ത് ഗോൾഡ്ബർഗ്. അവിടെ എത്തിച്ചേരുന്ന ലുലുവും ഗോൾഡ്ബർഗുമായിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് ഒരു റൊമാൻസിൽ ഏർപ്പെടുന്നു. അതായത് പാർട്ടിയിൽ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആ പാർട്ടി മുന്നോട്ടേക്ക് പോകുന്നു. ആൻഡ് ദ പാർട്ടി എൻഡ്സ് വിത്ത് എ കോൺഫ്ലിക്റ്റ്. അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു ആഘോഷമായിട്ട് മുന്നോട്ട് പോകുന്ന പാർട്ടി പിന്നീട് ഒരു അടിയിലാണ് കലാശിക്കുന്നത്. ഒരു പൊട്ടിക്കലാശം എന്ന് പറയുന്ന രീതിയിലാണ് അവസാനിക്കുന്നത്. ദ പാർട്ടി എൻഡ്സ് വിത്ത് എ ഗെയിം ഓഫ് ബ്ലൈൻഡ് മാൻസ് ബഫ് in which McCann breaks Stanley's glasses and trapping his foot on the toy truck. ഈ സമയത്ത് ആ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ കൊഴുത്ത് വരുന്ന സമയത്ത് അവർ പറയുന്നു ബ്ലാക്ക് മാൻസ് ഡെഫ്, അതായത് കണ്ണ് കെട്ടി കളിക്കാം. അതായത് ആ ഒരു ഫംഗ്ഷൻ ഉഷാറാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് നമുക്ക് കണ്ണ് കെട്ടി കളിക്കാം. ആ ഒരു ഗെയിമിൽ ഏർപ്പെടുന്നു. ആൻഡ് ഈ ഒരു ഗെയിമിൽ McCann breaks Stanley's glasses. സ്റ്റാൻലിയുടെ ഗ്ലാസ് പൊട്ടിപ്പോകുന്നു. അതോടൊപ്പം തന്നെ അവൻ്റെ ആ ടോയ് ഡ്രം ഗിഫ്റ്റ് കിട്ടിയ ആ ഒരു ഡ്രമ്മിൽ ചവിട്ടുകയും ചെയ്യുന്നു. ആൻഡ് സ്റ്റാൻലി അറ്റാക്സ് മെഗ് ആൻഡ് ട്രൈസ് ടു റേപ്പ് ലുലു. ഈ സമയത്ത് മെഗിനെ സ്റ്റാൻലി ആക്രമിക്കുന്നു. ആ സമയത്ത് കറണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു വെളിച്ചമില്ലാത്ത സമയത്ത് somebody tries to attack or rape ലുലു. അത് പിന്നീട് മാക്കാനാണെന്ന് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ എല്ലാവരും ആദ്യം വിചാരിക്കുന്നത് സ്റ്റാൻലി ആണെന്നാണ്. ആൻഡ് ഇറ്റ് എൻഡ്സ് വിത്ത് ദ മോക്കിംഗ് ഓഫ് മാക്കാൻ ആൻഡ് ഗോൾഡ്ബർഗ് അറ്റ് സ്റ്റാൻലി. ഈ സമയത്ത് പിന്നീട് പവർ സപ്ലൈ വരുന്ന സമയത്ത് കാണുന്നത്
ലുലുവിനെ ആക്രമിക്കാൻ ആരോ ശ്രമിച്ച് ലുലുവിനെ ആ ഒരു കട്ടിൽ അങ്ങനെ കിടക്കാണ്. ആരോ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇരുട്ടത്ത് അത് ആരാണെന്ന് വ്യക്തമല്ല. ഈ സമയത്ത് പവർ സപ്ലൈ വരുന്ന സമയത്ത് മാക്കാനും ഗോൾബർഗും കൂടി സ്റ്റാൻലിയെ പരിഹസിച്ച് ചിരിക്കുന്നതാണ് കാണുന്നത്. Act 3 begins with Meg asking innocuous questions regarding the aftermath of the party. പിറ്റേന്ന് മെഗ് സ്റ്റാൻലിയോട് ചോദിക്കുന്നു പാർട്ടി എങ്ങനെ ഉണ്ടായിരുന്നു, ആ പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. കാരണം നമ്മൾ പറഞ്ഞു ഒരു കൊഴുപ്പുള്ള പാർട്ടി ആയിരുന്നു, അത്യാവശ്യം വിസ്കിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും വെള്ളത്തിലുള്ള ഒരു പാർട്ടിയായിരുന്നു. അതിനെക്കുറിച്ച് മെഗ് സ്റ്റാൻലിയോട് ചോദിക്കുന്നു. ആൻഡ് മെഗ് ലീവ്സ് ഫോർ ഷോപ്പിംഗ് and PT reveals Goldberg's intention to take him as an unseen character called Monty. ഈ സമയത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ഷോപ്പിങ്ങിന് വേണ്ടി മെഗ് പുറത്തു പോകുന്നു. ഈ സമയത്ത് PT ഗോൾബർഗ് അവിടെ എത്തിച്ചേർന്നത് എന്തിനാണെന്നുള്ള കാര്യം സ്റ്റാൻലിയോട് പറയുന്നു. അതായത് മോണ്ടി എന്ന ഒരു കഥാപാത്രമായിട്ട് സ്റ്റാൻലി അവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഗോൾബർഗ് അവിടെ എത്തിച്ചേർന്നത് എന്ന കാര്യം PT പറയുന്നു. ആൻഡ് at this time there is an exchange between Goldberg and Maccan. ഈ സമയത്ത് മാക്കാനും ഗോൾബർഗും തമ്മിൽ എന്തൊക്കെ സംസാരിക്കുന്നുണ്ട്. ആൻഡ് ലുലു reveals the way he was in the previous night, but she is driven away by Maccan from the house and his words about her character. ഈ സമയത്ത് ലുലു പറയുന്നു തന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചത് മാക്കാൻ ആണ്. കാരണം നമ്മൾ പറഞ്ഞു തലേന്ന് രാത്രി പവർ സപ്ലൈ പോയ സമയത്ത് മാക്കാനെ ആരോ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ കറണ്ട് വരുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് സ്റ്റാൻലി ആണെന്നാണ്. അപ്പോ ലുലു പറയുന്നു അത് മാക്കാൻ ആണ് എന്ന് പറയുന്നു. പക്ഷേ ഈ സമയത്ത് മാക്കാൻ അത് അംഗീകരിക്കുന്നില്ല. അയാള് ഇവളെ കുറിച്ച് മോശമായിട്ട് പറയുന്നു. അതായത് അവളുടെ സ്വഭാവം മോശമാണ്, അവള് നല്ല കുട്ടിയല്ല, മോശം കുട്ടിയാണ് എന്നുള്ള രീതിയിലേക്ക് സംസാരിക്കുന്നു. ആൻഡ് ഹി ഡിമാൻഡ്സ് ദാറ്റ് ഷീ കൺഫെസസ് ഹർ സിൻ ടു ഹർ. അവളുടെ അല്ലെങ്കിൽ തെറ്റുകൾ, അതായത് അവള് ബാഡ് ക്യാരക്ടർ ആണെന്ന് പറഞ്ഞു, അവളുടെ സ്വഭാവം ബാഡാണ്, അങ്ങനെയുള്ള അവള് കുറെ കാര്യങ്ങൾ തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നും മാക്കാൻ ഈ സമയത്ത് വെളിപ്പെടുത്തുന്നു. അതായത് തന്റെ തെറ്റിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടിയെ മോശക്കാരിയാക്കി ചിത്രീകരിക്കുകയാണ് ഇവിടെ മാക്കാൻ ചെയ്യുന്നത്. അതും റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആ ഒരു കണക്ഷൻ, അബ്സാഡിസത്തിന്റെ ആ ഒരു എലമെന്റ്സ് നമുക്ക് ഇവിടെയൊക്കെ കാണാൻ സാധിക്കും. Maccan brings Stanley's broken glasses and gives a list of his faults and benefits that he will get with their influence. ഈ സമയത്ത് മാക്കാൻ സ്റ്റാൻലിയുടെ ഗ്ലാസ് പൊട്ടിച്ചു നമ്മൾ പറഞ്ഞു ആ പാർട്ടിയുടെ ഇടയ്ക്ക്. ആ പൊട്ടി ഗ്ലാസ് കൊണ്ടുവരുന്നു. എന്നിട്ട് അവൻ ചെയ്ത കുറേ തെറ്റുകൾ പറയുന്നു. അതായത് അവന് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവൻ്റെ സ്വഭാവം ശരിയല്ല, അവൻ്റെ കയ്യിലെല്ലാം തെറ്റാണ് എന്നുള്ള രീതിയിലേക്ക് അവൻ്റെ കുറേ ഫോൾട്ടുകൾ, അവൻ്റെ തെറ്റുകൾ നിരത്തി വെക്കുന്നു. അതോടൊപ്പം തന്നെ he reveals the benefits that he will get with their influence. അവരുടെ സ്വാധീനം, അവരുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ അവന് എന്തൊക്കെ ഗുണമുണ്ട് എന്നും പറഞ്ഞു കൊടുക്കുന്നു. അതായത് നീ എന്നെ കൊണ്ടൊന്നിനും കൊള്ളൂല, നീ ആകെ ഇതാണ്, നിന്റെ സ്വഭാവം ശരിയല്ല, നീ ഒന്നിനും കൊള്ളത്തില്ല, നീ നമ്മുടെ കൂടെ കൂടിക്കോ, നമ്മുടെ കൂടെ കൂടിയാൽ നിനക്ക് അത് കിട്ടും ഇത് കിട്ടും, അങ്ങനെ ഇങ്ങനെ ഇവനെ പ്രേരിപ്പിക്കാൻ തുടങ്ങുന്നു. ആൻഡ് they try to lead him near a car to take him to Monty. മോണ്ടി എന്ന അൻസീൻ ക്യാരക്ടർ അയാളുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്റ്റാൻലിയെ ഇങ്ങനെ പ്രലോഭിപ്പിച്ച് കാറിനടുത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ആൻഡ് മെഗ് റിട്ടേൺസ് ഫ്രം ഷോപ്പിംഗ് ആൻഡ് ഷീ നോട്ടീസസ് ദ കാർ ഈസ് ഗോൺ ആൻഡ് PT കീപ്സ് സൈലന്റ് ഫോർ ഇറ്റ്. ഈ സമയത്ത് മെഗ് ഷോപ്പിങ്ങിന് പോയ മെഗ് തിരിച്ചു വരുന്നു. മെഗിന് സംശയം തോന്നുന്നത് എന്താ ഒരു കാറുണ്ട് അവിടെ, അതേപോലെ തന്നെ ഇവർ അങ്ങോട്ടേക്ക് പോകുന്നതുണ്ട്. അപ്പോഴത്തേക്ക് മെഗ് എത്തുമ്പോഴേക്കും ആ കാറ് പോകുന്നു. ആ കാറിൽ സ്റ്റാൻലിയെ കയറ്റിയിട്ട് ഗോൾബർഗും മാക്കാനും അവര് 3 പേരും കൂടി പോകുന്നു. ആൻഡ് ഈ സമയത്ത് മെഗ് പറയുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റാൻലിയോട് പ്രത്യേക ഒരു ഇഷ്ടമാണ് മെഗിന്. അപ്പോൾ ആ മെഗ് പറയുന്നു, അതായത് കാറ് പോയല്ലോ എന്ന് ചോദിക്കുന്നു. ഈ സമയത്ത് PTക്ക് അറിയാം എന്താണ് സംഭവങ്ങളെന്ന്, പക്ഷേ ഹി കീപ് സൈലൻസ്, അദ്ദേഹം നിശബ്ദമാകുന്നു. കാരണം മെഗിനോട് കാര്യങ്ങളൊന്നും തുറന്നു പറയുന്നില്ല. ആൻഡ് thus the play ends with Meg's unknowing truth about Stanley. സ്റ്റാൻലി എവിടെ പോയതാണ്, എന്താണ് സ്റ്റാൻലി ഇപ്പൊ പോകാനുള്ള കാരണം, അതിനെക്കുറിച്ച് ഒന്നും അറിയാതെയാണ് ഈ നാടകം അവസാനിക്കുന്നത്. മെഗിനൊന്നും അറിയില്ല, പക്ഷേ ബാക്കി എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ചിലപ്പോൾ ആ വീട്ടിലെ മെയിൻ സംഭവങ്ങൾ ഗ്രഹനാഥനോ അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ അറിയണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ അബ്സർഡിക് എലമെന്റ്സ് ആണ്
ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ദ മെയിൻ തീംസ്, ഈ നാടകത്തിലെ പ്രധാനപ്പെട്ട തീംസ്, ഫസ്റ്റ് വൺ ഈസ് റെസിസ്റ്റൻസ്. ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഏതൊക്കെ സാഹചര്യത്തിലാണ് പ്രതിരോധിക്കുന്നത് എന്നതിന്റെ ഒരു തെളിവാണ് ഈ നാടകം. അതോടൊപ്പം തന്നെ ബ്ലെയിമിങ് അവർ ഓൺ ഫോൾസ് ടു അതേഴ്സ്, നമ്മുടെ തെറ്റുകൾ മറ്റുള്ളവരിലേക്ക് കെട്ടിയിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് നമ്മുടെ തെറ്റുകൾ, അതായത് നമ്മുടെ ഭാഗത്ത് തെറ്റായിരിക്കും, അത് മറ്റവരാണ് ചെയ്തത്, മറ്റുള്ളവർ ചെയ്തു എന്ന വ്യാജേന നമ്മൾ വി ട്രൈ ടു ബി എ ഗുഡ് പേഴ്സൺ, നമ്മൾ ഒരു നല്ല വ്യക്തിയായിട്ട് നമ്മുടെ കുറ്റങ്ങൾ മറ്റവരിൽ ചാർത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആ ഒരു തീം ഇവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ സ്റ്റാൻലീസ് ബിഹേവിയർ, സ്റ്റാൻലിയുടെ സ്വഭാവം, ആ ഒരു പാർട്ടി, അതേപോലെ തന്നെ ഹി ഈസ് നോട്ട് റെഡി ടു ഡിക്ലെയർ ദാറ്റ് ടുഡേ ഈസ് ഹിസ് ബർത്ത്ഡേ, തൻ്റെ ബർത്ത്ഡേ ആണ് എന്ന് പറയാൻ പോലും സ്റ്റാൻലിക്ക് ഗട്ട്സ് ഇല്ലാത്ത അവസ്ഥ, അതായത് സ്വന്തം കാര്യങ്ങൾ വെളിപ്പെടുത്താനുള്ള വൈമനസ്യം, ഇതൊക്കെ നമുക്ക് തീമായിട്ട് കണക്കാക്കാം. ഇതിൽ സാധാരണ ചോദിക്കുന്നത് വാട്ട് ആർ ദി അബ്സർഡിസ്റ്റ് എലമെന്റ്സ് ഇൻ ദിസ് ഡ്രാമ, അബ്സർഡ് എലമെന്റ്സ് ഇതിനകത്ത് ഈ നാടകത്തിൽ വൈ ഇറ്റ് ഈസ് കോൾഡ് ആൻ അബ്സർഡിസ്റ്റ് പ്ലേ അങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ അബ്സർഡിസ്റ്റ് എലമെന്റ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. ഇത്രയുമാണ് ഈ നാടകം. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. താങ്ക് യു.